വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. PSG 5 ഇന്റർ മിലാനെ നാണം കെടുത്ത് PSG ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് അവർ കാത്തിരിക്കുന്ന ഒരു ട്രോഫിയാണത്. മാത്രമല്ല അവർക്ക് ഈ സീസണിൽ ക്വാഡ്രാപ്പിളും അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് മികച്ച സീസൺ ആയിരുന്നു അവരുടേതെന്ന് പറയാം. ഇപ്പം എന്തായാലും ഇത്രയും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് തന്നെ കാണുകയെന്ന് പറയാം. അത്രയ്ക്കും വൺ സൈഡഡ് ആയിരുന്നു. ഇന്റർ സീനിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇന്റർ മിലാൻ ഫാൻസിൻ്റെയൊക്കെ അവസ്ഥയാണ്. കാരണം അവർ ബയേണിനെ തോൽപ്പിച്ചു, ബാർസലോണയെ തോൽപ്പിച്ചു. ഇവർക്കെതിരെയൊക്കെ നല്ല പോരാട്ടവും അതുപോലെ തന്നെ നല്ല കളിയാണ് അവർ കാഴ്ചവെച്ചത്. അവർ റെസീലിയൻസും ഫൈറ്റിംഗ് സ്പിരിറ്റും എല്ലാം കാഴ്ചവെച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് എത്തിയത്. പക്ഷേ അതിൻ്റെ യാതൊരു വിധ ക്വാളിറ്റിയും ഫൈനലിലേക്ക് വന്നപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഒന്നുമല്ലാതെ ഭസ്മമായി പോയി എന്ന് പറയുന്ന പോലെ PSG കളിയുടെ മുമ്പിൽ ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രബിളൊക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ട്രബിൾ ചലഞ്ചിലായിരുന്നു അവർ. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർ ട്രോഫിലെസ് ആയിട്ട് സീസൺ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നർ അങ്ങനെയാണ് ഇത്രയും മോശമായി പോയി എന്നുള്ളതാണ് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. കാരണം അവിടെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള താരങ്ങളുണ്ട്, മാത്രമല്ല മാനേജർ നല്ല മാനേജറാണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഒരു ഫൈനൽ ഗെയിമിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ടീമാണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയൊക്കെ അവർ നല്ല രീതിയിലൊക്കെ കളിച്ചതാണ് ആ ഫൈനൽ അന്ന് വന്നപ്പോൾ. പിന്നെ ലുക്കാക്കു കാരണമാണ് അന്ന് അവരുടെ കയ്യിൽ നിന്ന് പോയെന്ന് അതൊരു ഫാക്ടറായിരുന്നു. പക്ഷേ ഈ ഒരു കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ PSG അവർ 100%. ഇപ്പോൾ നമുക്കറിയാം PSG 1-2 മാസം മുമ്പേ അവരുടെ ഡൊമസ്റ്റിക് ലീഗും പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിത് ഫോക്കസ് ചെയ്ത് തന്നെ വന്നു. അതുപോലെ തന്നെ എല്ലാ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും അവരുടെ ഒരു ട്രെൻഡ് എന്ന് വെച്ചതാണ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ ഗോൾ അടിക്കുക, സ്വിഫ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊല്ലം 20 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചേക്കുന്ന ടീം എന്ന് പറയുന്നത് PSG ആണ്. അത് 9 അവരടിച്ചു. ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ 2 അടിച്ചു. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് മാത്രമല്ല, ഇന്റർനെറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് എന്ന് പറയാനായിട്ട് ഡിമാർക്കോയായിരുന്നു. ഡിമാർക്കോയുടെ ഭാഗത്തു നിന്ന് വന്ന ഗോളുകളാണ് ആദ്യത്തെ 2 ഗോളുകളും. പിന്നെ ഡിസയർ ഡോവെ, എൻ്റെ പൊന്നളിയ 19 വയസ്സിൽ ഇവനൊക്കെ എന്നാ കളിയാ. ലൈൻ ബ്രേക്കിംഗ്, നേരെ കൊടുത്താലും ലൈൻ ബ്രേക്കിംഗ്, വെർട്ടിക്കലായിട്ട് കൊടുത്താലും ലൈൻ ബ്രേക്കിംഗ്. അങ്ങനെ ഫസ്റ്റത്തെ ആ ഒരു പാസ് ഹക്കീമിക്ക് കൊടുത്തത് അടിപൊളിയായിരുന്നു. അതുപോലെ ഓവറോൾ ആളുടെ കളിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും, മാത്രമല്ല മൊത്തത്തിൽ PSG ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും ബോളേഴ്സാണ്, ടെക്നീഷ്യൻസാണ് മിഡ്ഫീൽഡിലുള്ളത്. അതുപോലെ തന്നെ കളിക്കാൻ അറിയാവുന്ന കഴിവുള്ള പിള്ളേരാണ് എല്ലായിടത്തും. അവരുടെ ഒരു അഴിഞ്ഞാട്ടം, ഇതാണ് PSG ടീം. അവരെ കംപ്ലീറ്റ്ലി എക്സ്പ്രസ് ചെയ്യാനുള്ള അനുവാദം ലൂയിസ് എൻറിക്ക് കൊടുത്തിട്ടുണ്ട്. വിറ്റീഞ്ഞ, ജാവോ നെവസ്, ഫാബിയൻ റൂയിസ്, ഇപ്പോൾ നിലവിലെ ലോകത്തെ മികച്ച മിഡ്ഫീൽഡറയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ്. വിറ്റീഞ്ഞയൊക്കെ എന്താ കളി. അതുപോലെ ഓവറോൾ PSG പ്ലെയേഴ്സ് എല്ലാവരും നന്നായിട്ട് കളിച്ചു. ഇപ്പോൾ ഇന്നലെ എൻട്രിക്ക് പോസ്റ്റ് മാച്ച് പറയുന്നുണ്ടായിരുന്നു ബാലൻഡിയോർ ഈ വർഷം കൊടുക്കേണ്ടത് ഡെംബലേക്കാണ്. കാരണം ഡെംബലയുടെ ഡിഫെൻസീവ് ഔട്ട്പുട്ടിനെ പറ്റിയും ആരൊന്നും പറയുന്നില്ല. പക്ഷേ ഗോൾ അടിക്കുന്നുണ്ട്, മാത്രമല്ല ഡിഫെൻസീവിനെയും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും മികച്ച പ്രകടനമാണ് PSG താരങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഡെംബലയുടെ കേസിലേക്ക് പറയുകയാണെങ്കിൽ ഈ സീസണിൽ 8 ഗോളും 6 അസിസ്റ്റും ചാമ്പ്യൻസ് ലീഗിൽ നേടി. മാത്രമല്ല ലീഗിലേക്ക് വന്ന് 21 ഗോളും 6 അസിസ്റ്റ് നേടാനായിട്ട് ആൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ബാർസലോണയിൽ വെച്ച് സ്ഥിരം ഇഞ്ചുറി വന്നുകൊണ്ടിരുന്നൊരു പ്ലെയറാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഡിഫറൻറ്റ് മാനായി മാറാൻ ഡെംബലേക്ക് സാധിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ കവരറ്റ്ഷീലിയ, നാപ്പോളിയുടെ ഒപ്പം അവർ ലീഗ് അടിച്ചു. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഭാഗ്യം ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ PSG കാത്തിരുന്ന കിരീടം സ്വന്തമാക്കാനായിട്ട് കവരറ്റ്ഷീലിയോടെ സാധിച്ചു. വാട്ട് എ സൈനിങ്. അതുപോലെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ PSG ഒരു അണ്ടർ ഡോഗൊന്നുമല്ല. അവർ കഴിഞ്ഞ 2 സീസണിൽ നടത്തിയേക്കുന്ന സൈനിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും അധികം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം ബിക്കോസ് ഇറ്റ്സ് PSG. 600 മില്യൺ അടുത്ത് അവർ പൊട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 സീസണുകളിലും കൂടി കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അവരുടെ വേജ് ബില്ല് ബാക്കിയുള്ള ടീമുകളൊന്നും അവരുടെ പരിസരത്ത് പോലും ഇല്ല എന്നുള്ളതാണ്. അത്രയും വേജസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സൈനിങ്സ് നടത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ വേജസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നല്ലൊരു മാനേജ്മെൻറ്റ് അവർക്കുണ്ട്. ലൂയിസ് കാമ്പോസ് അല്ലെങ്കിൽ അദ്ദേഹം വന്നതിന് ശേഷം വരുത്തിയിട്ടുള്ള ചേഞ്ചസാണ് ഇതൊക്കെ. അവരുടെ ആ ഒരു മോഡലിൽ നിന്നൊക്കെ അവർ മാറി. സൂപ്പർ സ്റ്റാർസ് ഒന്നും വേണ്ട, പകരം സിസ്റ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ ക്വാളിറ്റി യങ്സ്റ്റേഴ്സിനെ ലീഗിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഡോവേനൊക്കെ ആ ലീഗിൽ നിന്ന് തന്നെ സൈൻ ചെയ്താണ്. ബാർക്കോളൊക്കെ ആണെങ്കിലും ഫ്രഞ്ച് ലീഗിൽ നിന്ന് തന്നെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടാണ് അവർ ഈ സീസണിലെല്ലാം നേടിയിട്ടുള്ളത്. മാത്രമല്ല അവിടെയുള്ള ബെഞ്ചിലിരിക്കുന്ന പ്ലെയേഴ്സിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാലും 90-70 മില്യണൊക്കെ കൊണ്ടുവന്ന പ്ലെയേഴ്സിനെയൊക്കെയാണ് അവിടെ ബെഞ്ചിലിരിക്കുന്നതെന്നുള്ളതും പ്രത്യേകം മെൻഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് PSG യിലുള്ളത്. ഇപ്പം എന്തായാലും ജനറലി പറയുകയാണെങ്കിൽ ടീമുകളൊക്കെ പൊതുവെ വലിയ
യൂറോപ്യൻ ടീമുകളൊക്കെ അവരുടെ അപ്രോച്ച് മാറ്റുകയാണെന്ന് തോന്നുന്നു. കാരണം പെപ് ഗാർഡിയോള സ്റ്റൈലിൽ നിന്നും റോബോട്ടിക് സ്റ്റൈലിൽ നിന്നൊക്കെ മാറി കുറേ കൂടി ഡയറക്റ്റ് ഫുട്ബോൾ പ്ലേയേഴ്സിനൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ള രീതിയൊക്കെയാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് ബാർസലോണയിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ PSG കാര്യമാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. മാത്രമല്ല പെപ്പ് പുള്ളിക്കാരൻ അസിസ്റ്റൻസിനൊക്കെ പറഞ്ഞു വിട്ടു, സാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ക്ലോപ്പിൻ്റെ പഴയ അസിസ്റ്റൻ്റായ പെപ്പ് ലിൻഡേഴ്സിനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പെപ്പാണെങ്കിലും പുള്ളിക്കാരനെ അപ്രോച്ച് ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ഫുട്ബോളിലേക്ക് മാറ്റുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചാണ് ഇപ്പോൾ ഫുട്ബോളിൽ വന്നിട്ടുള്ളത്. ഇപ്പം എന്തായാലും ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒരു സ്ട്രോങ് ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ PSG ആണ്. അവരുടെ ലെവലിൽ ഇപ്പോൾ വേറെ ക്ലബ്ബുകളൊന്നും ഇല്ല. ഇനിയിപ്പോൾ വേറെ സൈനിങ്സ് ഒക്കെ വരാം, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇനി ഉടനെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് തുടങ്ങും. അപ്പോൾ അവിടെ PSG ഉണ്ട്, ഇന്റർ ഉണ്ട്. ഇന്ററിൻ്റെ കാര്യമൊക്കെ ഏതാണ്ട് പോക്കായ മട്ടാണ്. ഇപ്പോൾ ഇൻസാഗി മിക്കവാറും സൗദിയിലേക്ക് പോകുന്നു കേൾക്കുന്നുണ്ട്, അൽ ഹിലാലിലേക്ക്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളിലുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.